പത്തനംതിട്ട മണ്ഡലം ബേസിക്കലി ഇപ്പോഴത്തെ പത്തനംതിട്ട മണ്ഡലത്തിന്റെ നിയമസഭാ സെഗ്മെന്റുകളുടെ ഒരു രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പം പത്തനംതിട്ടയിൽ 5 നിയമസഭാ നിയോജകമണ്ഡലം LDF MLA-മാരാണ്. അതേപോലെ തന്നെ കോട്ടയം ജില്ലയുടെ 2 നിയോജകമണ്ഡലം, അതും ഈ പത്തനംതിട്ട ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നു. അവിടെയും MLA-മാര് LDF-ന്റെ തന്നെയാണ്. അപ്പം ഒരു പ്രിഡോമിനന്റ് LDF മണ്ഡലമാണ് അവിടെ. അവിടെ അതേസമയം തന്നെ ഈ കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യാനികൾക്ക് നല്ല പ്രാധാന്യമുള്ള, നായേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള, ഈഴവാസിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രദേശമാണ്. അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് MP ആയിരിക്കുന്ന ആന്റോ ആന്റണി. അദ്ദേഹം കത്തോലിക്കനാണ്. കഴിഞ്ഞ തവണ പിന്നെ 2 കത്തോലിക്കരും ഒരു ഒരു ഈഴവനും ഒരു കത്തോലിക്ക മതവിശ്വാസിയും പിന്നെ ഒരു ഈ പറയുന്ന ഓർത്തഡോക്സുകാരിയായിരുന്നു. ഓർത്തഡോക്സ് പിന്നെ വിഭാഗം നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെ മത്സരിച്ചത്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും ശക്തമായ മത്സരം LDF കാഴ്ചവെച്ച് കുറച്ച് വോട്ടിനാണ് കമ്പാരിറ്റീവ്ലി ഇവർ തോറ്റിട്ടുള്ളത്. വീണ ജോർജ് അന്ന് തോറ്റിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് LDF-ന് നല്ല മേൽക്കൈയുള്ള മണ്ഡലമാണ്. LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വേറെ കത്തോലിക്കനാണ്. കത്തോലിക്കെതിരായിട്ട് അങ്ങനെ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്നൊക്കെ രീതിയിൽ ശശി തരൂരിനെ പോലെ കുറച്ച് ഇമേജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഇതൊന്നും ചോദിക്കില്ല, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മണ്ഡലത്തിലേക്ക് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ ഒരു ഫ്ലേംബയന്റ് ആയിട്ടുള്ള നേതാവൊന്നല്ല. അപ്പൊ അങ്ങനെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ള ഫീലും ഇല്ല. അപ്പൊ അതുകൊണ്ട് LDF-ന്റെ വോട്ട് കൃത്യമായിട്ട്, കാരണം കഴിഞ്ഞ തവണ മാണി കോൺഗ്രസ് UDF-ന്റെ കൂടെ ആയിരുന്നു. അതെ, അപ്പം മാണി കോൺഗ്രസ് ഇത്തവണ LDF-ന്റെ കൂടെ. പിന്നെ തിരുവല്ല മേഖലയിലൊക്കെ മാത്യു ടി തോമസിനെ കുറച്ച് വോട്ടുണ്ട്. അപ്പൊ ഈ വോട്ട്, ഇങ്ങനെയുള്ള വോട്ടുകളെല്ലാം LDF-ന്റെ വോട്ടുകൾ അവർ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐസക് ജയിക്കേണ്ടതാണ്. പിന്നെ ഈ കത്തോലിക്കരുടെ ഇടയിലുള്ള അവാന്തര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം, പക്ഷെ കത്തോലിക്കരുടെ പ്രസൻസ് കുറവാണ്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വർക്കൗട്ട്, അങ്ങനെയുള്ള കമ്മ്യൂണൽ വിഷയങ്ങൾ വല്ല വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഐസക്കിന് നെഗറ്റീവായി വരാൻ സാധ്യത. അതർവൈസ് ഐസക്കിനാണ് സാധ്യത. പിന്നെ അവിടെ ആന്റോ ആന്റണി വന്നപ്പോൾ നല്ല മത്സരം നടക്കുന്നു എന്ന് കേൾക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ സുരേഷ് ഗോപി ജയിക്കേണ്ട ആവശ്യകത നമുക്ക് മനസ്സിലാവും. സുരേഷ് ഗോപി മണ്ഡലത്തിൽ 5 വർഷമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം പിന്നെ ആരാണ് തിരുവനന്തപുരത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യുന്നതിന് ആളുകൾ തയ്യാറാവുന്ന മനസ്സിലായി. കാരണം അദ്ദേഹം ഒരു വിഷണറിയാണ്, മാത്രമല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പക്ഷെ ആന്റോ ആന്റണിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഒരു ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കഴിഞ്ഞ തവണ BJP അവിടെ ഏതാണ്ട് ഒരു 25% കൂടുതൽ വോട്ട് പിടിക്കേണ്ടായി. അതിന് കാരണം എന്ന് വെച്ചാൽ അന്ന് പിന്നെ ശബരിമല വിഷയം ശക്തമായി നടക്കുകയും ആ ശബരിമല വിഷയം നടക്കുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ നടന്നത് ഈ പത്തനംതിട്ട ജില്ലയിലാണ്. ശബരിമല പത്തനംതിട്ടയിലാണല്ലോ. പിന്നെ സുരേന്ദ്രനെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലാണ് സുരേന്ദ്രൻ അന്ന് വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അനിൽ ആന്റണിക്ക് ഇതൊന്നുമില്ല. പിന്നെ ആകപ്പാടെ പറയാൻ പറ്റുന്നില്ല, രാജീവ് ചന്ദ്രശേഖരനെ പോലെ അല്ല സുരേഷ് ഗോപിയെ മോഡിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാള്, അല്ല മോഡിക്ക് ഒത്തിരി താല്പര്യമുള്ള ഒരാളെന്ന് പറയാം. അതുകൊണ്ട് മാത്രം വോട്ട് കേരളത്തിൽ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സർവേകളെല്ലാം പറയുന്നു അനിൽ ആന്റണി പിന്നെ എന്തോ വലിയ മൂവ് ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതിന് സാധ്യത ഞാൻ കാണുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആന്റണി രക്ഷപ്പെട്ടു പോയതല്ലേ. ആന്റണി വയലാർ രവിയാണ് ആന്റണിയെ കോൺഗ്രസ് കൊണ്ടുവന്ന നേതാവാക്കി. ഒരു ഘട്ടമെത്തിയപ്പം AICC സെക്രട്ടറി മറ്റാക്കേണ്ട ഒരു ഘട്ടമെത്തിയ സമയത്ത് ആന്റണിയാണ് ചൂസ് ചെയ്തത്. അപ്പം വയലാർ രവി അദ്ദേഹത്തിന്റെ ഒരു ഇടയ്ക്ക് സഞ്ചാരം ചാനലിലുള്ള അദ്ദേഹത്തിന്റെ പ്രോഗ്രാം പോയിരുന്നിട്ട് അപ്പം അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ ചൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ വരട്ടെ എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു ഈ ആന്റണി പറയുന്നതിന്റെ മാതിരി ഈ ക്രിസ്ത്യൻ സഭകളുമായിട്ട് ചേർന്ന ആളെന്നായിരുന്നു. പക്ഷെ ഒരു ക്രിസ്ത്യൻ അല്ലെ മൈനോറിറ്റിക്കാരൻ എന്നുള്ള ഒരു എന്താണ് ഒരു ഒരു പ്രത്യേക പരിഗണന അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അതുപോലെ ഈ ക്രിസ്ത്യൻസിന് എസ്പെഷ്യലി ഇദ്ദേഹം അനിൽ ആന്റണി കത്തോലിക്കനാണെങ്കിൽ പോലും ഈ കത്തോലിക്കല്ലാത്ത ക്രിസ്ത്യൻസിന് ഭൂരിപക്ഷമുള്ള ഒരു നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെ. പക്ഷെ അതെല്ലാം വന്ന് ക്രിസ്ത്യൻ എന്ന രീതിയിൽ കുറച്ച് വോട്ട് അദ്ദേഹത്തിന് ഷാൻഫോർഡിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷും അതെ. ഇതാണ് പിന്നെ ഞാൻ ആകപ്പാടെ കണ്ടുപോകണം. അല്ലാതെ ഒരു വിഷണറി ആയിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇമാജിനേറ്റീവായി ചെയ്യുന്ന ആളായിട്ടോ കാര്യപ്രാപ്തിയുള്ള ആളായിട്ടൊന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നാൽ മാത്രമാണ് ഈ പറയുന്ന പത്രക്കാരൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വോട്ട് ക്യാപ്ചറിങ് അവിടെ BJPക്ക് അനുകൂലമായി നടക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ സാധ്യത വളരെ കുറവാണ്. പിന്നെ PC ജോർജ് ആയിരുന്നു അവിടെ കുറച്ചുകൂടി പറ്റിയ സ്ഥാനത്ത്. അയാൾ ആ പ്രദേശത്ത് ശക്തമായിട്ടുണ്ടല്ലോ. അല്ലെ PC ജോർജിന്റെ മോനും കൊള്ളാം. മാത്രമല്ല അവിടെ ഈ രണ്ടുപേരും ഡെലിവർ ചെയ്യുന്ന ആളെ ജനങ്ങളായിട്ട് 1-to-1 റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട്
PC-നെ ചൂസ് ചെയ്ത് ഇദ്ദേഹത്തെ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ PC ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഷോണിന് ഇംഗ്ലീഷ് അറിയാമല്ലോ. അപ്പൊ ഏതായാലും PC ഫാക്ടർ അവിടെ BJPക്ക് ഒരു പ്രശ്നമാണ്. PC ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രത്തോളം സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു ഹിന്ദുത്വ അന്തരീക്ഷമുള്ള ഒരു മണ്ഡലമാണത്. അതുകൊണ്ട് BJPക്ക് അവിടെ വോട്ട് കിട്ടും. പക്ഷെ അത് അനിൽ ആന്റണിയുടെ ഒരു വിജയത്തിലേക്ക് നയിക്കാൻ സാധ്യതയില്ല. ത്രികോണ മത്സരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ തോമസ് ഐസക്ക് ജയിക്കാനാണ് സാധ്യത.